മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ലോകത്തോട് ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടൊരു പ്രസംഗം നടത്തിയിരിക്കുന്നു. ആ പ്രസംഗത്തിൽ നിരവധി തവണ ബൈബിൾ ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ജിഹാദിസത്തെ കടന്നാക്രമിക്കുന്നുണ്ട്. മാത്രമല്ല, യൂറോപ്പിലെ ചില രാജ്യങ്ങള് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇനി ഇസ്രായേൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗമാണ് അദ്ദേഹം ഐക്യരാഷ്ട്ര സഭയിൽ നടത്തിയത്. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ പരിഭാഷയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. മിസ്റ്റർ പ്രസിഡന്റ്, ഗാസയിലെ തടവറകളിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബന്ദികളുടെ കുടുംബങ്ങളെ, സ്ത്രീകളെ, മാന്യരെ, കഴിഞ്ഞ വർഷം ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് ഈ ഭൂപടം കാണിച്ചു. ഇറാന്റെ ഭീകര അച്ചുതണ്ടിന്റെ ശാപം ഇത് കാണിക്കുന്നു. ഈ അച്ചുതണ്ട് മുഴുവൻ ലോകത്തിന്റെയും സമാധാനത്തെ ഭീഷണിപ്പെടുത്തി. നമ്മുടെ പ്രദേശത്തിന്റെ സ്ഥിരതയെ, എന്റെ രാജ്യമായ ഇസ്രായേലിന്റെ നിലനിൽപ്പിനെയും അത് ഭീഷണിപ്പെടുത്തി. ഇറാൻ അതിവേഗം ഒരു വലിയ ആണവായുധ പദ്ധതിയും ഒരു വലിയ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും വികസിപ്പിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേലിനെ നശിപ്പിക്കാൻ മാത്രമല്ല, അമേരിക്കയെ ഭീഷണിപ്പെടുത്താനും എല്ലായിടത്തും രാഷ്ട്രങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുവാനും ഇവ ഉദ്ദേശിച്ചിരുന്നു. ഗാസയിൽ നിന്ന് യഹിയ സിൻവാർ ഹമാസ് ഭീകരരുടെ തിരമാലകളെ അയച്ചു. ഒക്ടോബർ 7 അവർ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി പറഞ്ഞറിയിക്കാനാവാത്ത ക്രൂരതകൾ ചെയ്തു. ലെബനിൽ നിന്ന് ഹസൻ നസ്രുള്ള നമ്മുടെ നഗരങ്ങളിൽ ആയിരക്കണക്കിന് മിസൈലുകളും റോക്കറ്റുകളും വിക്ഷേപിച്ചു. നമ്മുടെ പൗരന്മാരെ ഭയപ്പെടുത്തി. സിറിയയിൽ കൊലപാതകിയായ ഏകാധിപതി അസദിന്റെ ഇറാന്റെ സൈന്യത്തെ ആതിഥേയത്വം വഹിച്ചു. നമ്മുടെ തൊണ്ടയിൽ മരണത്തിന്റെ കുരുക്കുമുറുക്കി. യമനിൽ ഹൂത്തികൾ ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. ചെങ്കടലിന്റെ അഴിമുഖത്ത് ആഗോള വ്യാപാരം സ്തംഭിപ്പിച്ചു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി എന്താണ് സംഭവിച്ചത്? ഇന്നലെ ഉൾപ്പെടെ ഹൂത്തികളെ ഞങ്ങൾ തകർത്തു. ഹമാസിന്റെ ഭീകര സംവിധാനത്തിന്റെ ഭൂരിഭാഗവും ഞങ്ങൾ തകർത്തു. ഹിസ്ബുള്ളയെ ഞങ്ങൾ തളർത്തി. അതിന്റെ മിക്ക നേതാക്കളെയും അവരുടെ ആയുധങ്ങളും എടുത്തു കളഞ്ഞു. ആ ബീപ്പറുകളായ പേജറുകളെ ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ ഹിസ്ബുള്ളയെ പേജ് ചെയ്തു. എന്നെ വിശ്വസിക്കൂ, അവർക്ക് സന്ദേശം ലഭിച്ചു. ആയിരക്കണക്കിന് തീവ്രവാദികൾ നിലത്ത് വീണു. സിറിയയിൽ ഞങ്ങൾ അസദിന്റെ ആയുധങ്ങൾ നശിപ്പിച്ചു. ഇറാഖിൽ ഇറാന്റെ ഷിയ മിലിഷ്യകളെ ഞങ്ങൾ തടഞ്ഞു. ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ വർഷം എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നതോ കഴിഞ്ഞ ദശകത്തിൽ ഞങ്ങൾ ചെയ്തതോ ആയ എല്ലാറ്റിനുമുപരി ഇറാന്റെ ആണവായുധങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളും ഞങ്ങൾ നശിപ്പിച്ചു. ഇന്ന് കാര്യങ്ങൾ ഇവിടെയാണ്. ഹൂത്തി നേതൃത്വത്തിന്റെ പകുതി പോയി. ഗാസയിലെ യഹിയ സിൻവാർ പോയി. ലെബനനിലെ ഹസൻ നസ്രുള്ള പോയി. സിറിയയിലെ അസദ് ഭരണകൂടം പോയി. ഇറാഖിലെ ആ മിലിഷ്യകളോ ശരി, അവർ ഇപ്പോഴും നിരുത്സാഹത്തിലാണ്. ഇസ്രായേലിനെ ആക്രമിച്ചാൽ അവരുടെ നേതാക്കളും ഇല്ലാതാകും. ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർക്കും അതിന്റെ ഉന്നത ആണവ ശാസ്ത്രജ്ഞർക്കും ശരി, അവരും പോയി. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് ഞാൻ പുനർനാമകരണം ചെയ്ത ഇറാനുമായുള്ള ഇസ്രായേലിന്റെ 12 ദിവസത്തെ യുദ്ധം, അത് ബൈബിളിൽ നിന്നാണ്. ഈ 12 ദിവസത്തെ യുദ്ധം സൈനിക ചരിത്രത്തിന്റെ വാർഷികങ്ങളിൽ രേഖപ്പെടുത്തും. നമ്മുടെ ധീരരായ പൈലറ്റുമാർ ഇറാന്റെ മിസൈൽ പ്രതിരോധങ്ങളെ നിർവീര്യമാക്കി. ടെഹ്റാന്റെ ആകാശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. നിങ്ങൾ ഇത് കണ്ടു. ഇസ്രായേലി യുദ്ധവിമാന പൈലറ്റുമാരും അമേരിക്കൻ B-2 പൈലറ്റുമാരും ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ ബോംബെറിഞ്ഞു. ധീരവും നിർണായകവുമായ നടപടിക്ക് പ്രസിഡന്റ് ട്രംപിനോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇറാന്റെ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുമെന്ന് പ്രസിഡന്റ് ട്രംപും ഞാനും വാഗ്ദാനം ചെയ്തു. ഞങ്ങൾ ആ വാഗ്ദാനം പാലിച്ചു. ഇസ്രായേലിനുള്ള ഒരു അസ്തിത്വ ഭീഷണിയും പരിഷ്കൃത ലോകത്തിന് ഒരു മാരകമായ ഭീഷണിയും ഞങ്ങൾ നീക്കം ചെയ്തു. ഞങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കാൻ സാധ്യതയുള്ള ഒരു ഇരുണ്ട മേഘം നീക്കം ചെയ്തു. പക്ഷേ മഹതികളെ, മാന്യരെ, നാം ജാഗ്രത പാലിക്കണം. നാം പൂർണ്ണമായും വ്യക്തതയുള്ളവരും ജാഗ്രതയുള്ളവരുമായി
തുടരണം. ഇറാന്റെ സൈനിക ആണവശേഷി പുനർനിർമ്മിക്കാൻ നാം അനുവദിക്കരുത്. ഇറാന്റെ സമ്പുഷ്ടമായ യുറേനിയം ശേഖരം, ഈ ശേഖരങ്ങൾ ഇല്ലാതാക്കണം. നാളെ ഇറാനുമേലുള്ള UN സുരക്ഷാ സമിതിയുടെ ഉപരോധങ്ങൾ പിൻവലിക്കണം. നമ്മുടെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിനും നമ്മുടെ സൈനികരുടെ ധൈര്യത്തിനും നമ്മുടെ കൈകൊണ്ട ധീരമായ തീരുമാനങ്ങൾക്കും നന്ദി. ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ സൈനിക തിരിച്ചുവരവുകളിൽ ഒന്ന് നടത്താൻ ഇസ്രായേൽ അതിന്റെ ഇരുണ്ട ദിനത്തിൽ നിന്ന് കരകയറി. പക്ഷേ നമ്മൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. ഹമാസിന്റെ അവസാന അവശിഷ്ടങ്ങൾ ഗാസ നഗരത്തിൽ ഒതുങ്ങി. ഒക്ടോബർ 7 ക്രൂരതകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമെന്ന് അവർ പ്രതിജ്ഞയെടുക്കുന്നു. അവരുടെ സൈന്യം എത്ര കുറഞ്ഞാലും അതുകൊണ്ടാണ് ഇസ്രായേൽ ജോലി പൂർത്തിയാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എത്രയും വേഗം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മഹതികളെ, മാന്യരെ, ലോകത്തിന്റെ ഭൂരിഭാഗവും ഒക്ടോബർ 7 ഇനി ഓർക്കുന്നില്ല. പക്ഷേ ഇസ്രായേൽ ഒക്ടോബർ 7 ഓർക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഓർക്കുന്നു. ആ ദിവസം ഒക്ടോബർ 7 നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയും. ഈ വലിയ പിൻ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ? അതൊരു QR കോഡാണ്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഫോണുകൾ ഉയർത്തിപ്പിടിക്കുക, സൂം ഇൻ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തിനാണ് പോരാടുന്നതെന്ന്, നമ്മൾ എന്തുകൊണ്ട് വിജയിക്കണമെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാം ഇവിടെയുണ്ട്. ഒക്ടോബർ 7 ഹോളോകോസ്റ്റിന് ശേഷമുള്ള ഏറ്റവും മോശമായ ആക്രമണം ഹമാസ് ജൂതന്മാർക്കെതിരെ നടത്തി. 40-ലധികം അമേരിക്കക്കാർ ഉൾപ്പെടെ 1200 നിരപരാധികൾ അവർ കൊന്നൊടുക്കി. ഇവിടെ പ്രതിനിധീകരിക്കുന്ന ഡസൻ കണക്കിന് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പൗരന്മാരും അവർ പുരുഷന്മാരെ തലയറുത്തു. അവർ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. അവർ കുഞ്ഞുങ്ങളെ ജീവനോടെ കത്തിച്ചു. മാതാപിതാക്കളുടെ മുന്നിൽ അവർ കുഞ്ഞുങ്ങളെ ജീവനോടെ കത്തിച്ചു. എന്ത് രാക്ഷസന്മാർ! ഈ രാക്ഷസന്മാർ 250-ലധികം ആളുകളെ ബന്ദികളാക്കി. ഹോളോകോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടവർ മുത്തശ്ശിമാർ, അവരുടെ പേരക്കുട്ടികൾ എന്നിവരും ഉൾപ്പെടുന്നു. മുത്തശ്ശിമാരെയും പേരക്കുട്ടികളെയും ആരാണ് ബന്ദികളാക്കുന്നത്? ഹമാസ് അങ്ങനെ ചെയ്യുന്നു. ഇതുവരെ ഈ ബന്ദികളിൽ 207 പേരെ ഞങ്ങൾ വീട്ടിലെത്തിച്ചു. എന്നാൽ 48 പേർ ഇപ്പോഴും ഗാസയിലെ തടവറകളിൽ തന്നെ തുടരുന്നു. അവരിൽ 20 പേർ ജീവിച്ചിരിപ്പുണ്ട്. പട്ടിണി കിടന്നു, പീഡിപ്പിക്കപ്പെട്ടു, പകൽ വെളിച്ചം നഷ്ടപ്പെട്ടു, മനുഷ്യത്വം നഷ്ടപ്പെട്ടു. ജീവിച്ചിരിക്കുന്ന 20 ബന്ദികളുടെ പേരുകൾ ഇവയാണ്: മദൻ ആംഗ്രസ്റ്റ്, ഗാലിയും സിബർമനും സഹോദരന്മാർ, എൽക്കാന ബോംബോട്ട്, റോം പ്രസ്താവസ്കി, നിമ്രോഡ് കോഹന്, ഏരിയലും ഡേവിഡ് കുനിയോയും മറ്റൊരു ജോഡി സഹോദരന്മാർ. ഗൈഗിൽ ബോവ ജലാല്, ഏവിയേറ്റർ ഡേവിഡിന്റെ ചിത്രം നിങ്ങൾ കണ്ടു. മെലിഞ്ഞ, സ്വന്തം ശവക്കൊയ് കൊയ്ക്കാൻ നിർബന്ധിതനായി. മാക്സിം ഹെർക്കിൻ, ഈറ്റൻ ഹോൺ, ഷെഗവ് കൽഫോൺ, ബാർ കുപ്പർസ്റ്റൻ, ഒംബ്രെ മെയ്രാൻ, ഈറ്റൻ മോർ, യോസെഫ് അലോൺ, അവിനാഥൻ, സാൻഗോക്കർ. ഇപ്പോൾ സ്ത്രീകളെ, മാന്യന്മാരെ, ഞാൻ ഇതുവരെ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഫോറത്തിൽ നിന്ന് ലൗഡ് സ്പീക്കറുകൾ വഴി ആ ബന്ദികളോട് നേരിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ബന്ദികൾ എന്റെ സന്ദേശം കേൾക്കുമെന്ന പ്രതീക്ഷയിൽ ഈ മൈക്രോഫോണുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വലിയ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിച്ച് ഞാൻ ഗാസയെ വളഞ്ഞിരിക്കുന്നു. ആദ്യം ഹീബ്രുവിലും പിന്നീട് ഇംഗ്ലീഷിലും ഞാൻ അത് പറയും. നമ്മുടെ ധീരരായ വീരന്മാർ, ഇത് പ്രധാനമന്ത്രി നെതന്യാഹു സംസാരിക്കുന്നു. ഞങ്ങൾ ഐക്യരാഷ്ട്ര സഭയിൽ നിന്നാണ്. ഞങ്ങൾ നിങ്ങളെ മറന്നിട്ടില്ല. ഒരു നിമിഷം പോലും ഇസ്രായേൽ ജനത നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളെയെല്ലാം ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതുവരെ ഞങ്ങൾ തളരില്ല, വിശ്രമിക്കുകയുമില്ല. മഹതികളെ, മാന്യരെ, ഇസ്രായേൽ ഇന്റലിജൻസിന്റെ പ്രത്യേക ശ്രമങ്ങൾക്ക് നന്ദി. എന്റെ വാക്കുകൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അവ ഗസയിലെ സെൽഫോണുകളിലേക്ക് തത്സമയം സ്ട്രീം ചെയ്യുന്നു. അതിനാൽ ശേഷിക്കുന്ന ഹമാസ് നേതാക്കളോടും നമ്മുടെ ബന്ദികളുടെ ജയിലന്മാരോടും ഞാൻ ഇപ്പോൾ പറയുന്നു: നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കുക. എന്റെ ആളുകളെ വിട്ടയക്കൂ. ബന്ദികളെ മോചിപ്പിക്കൂ. അവരെല്ലാവരും മുഴുവൻ 48 പേരും ഇപ്പോൾ ബന്ദികളെ മോചിപ്പിക്കൂ. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ജീവിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇസ്രായേൽ നിങ്ങളെ വേട്ടയാടും. മഹതികളെ, മാന്യരെ, ഹമാസ് ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ യുദ്ധം ഇപ്പോൾ അവസാനിച്ചേക്കാം. ഗാസയെ സൈനികവൽക്കരിക്കും. ഇസ്രായേൽ എല്ലാത്തരം സുരക്ഷാ നിയന്ത്രണങ്ങളും
നിലനിർത്തും. ഗാസ നിവാസികളും സമാധാനപരമായ ഒരു സിവിലിയൻ അധികാരം സ്ഥാപിക്കും. ഇസ്രായേലുമായി സമാധാനത്തിന് പ്രതിജ്ഞാബദ്ധരായ മറ്റുള്ളവരും. തീർച്ചയായും ഗാസയിലെ യുദ്ധം എല്ലാം ഇസ്രായേലികളെയും ബാധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ന്യൂയോർക്ക്, ലണ്ടൻ, മെൽബൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ ചിന്തിക്കുന്ന ആളുകളുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതിനെല്ലാം ഞാൻ എന്താണ് ചെയ്യുന്നത്? ഉത്തരം, എല്ലാം കാരണം നമ്മുടെ ശത്രുക്കൾ നിങ്ങളുടെ ശത്രുക്കളാണ്. നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാം. ആദ്യം ഐക്യരാഷ്ട്രസഭയിൽ മറ്റൊന്ന്, നമുക്കൊരു ബോംബ് ക്വിസ് നടത്താം. ഉത്തരം അറിയാമെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തുക. ആദ്യ ചോദ്യം, അമേരിക്കക്ക് മരണം എന്ന് ആക്രോശിക്കുന്നത് ആരാണ്? അത് എ ഇറാൻ, ബി ഹമാസ്, സി ഹിസ്ബുള്ള, ഡി ഹൂത്തികളോ? ഈ മുകളിൽ പറഞ്ഞവയെല്ലാം ശരി. മുകളിൽ പറഞ്ഞവയെല്ലാം. രണ്ടാമത്തെ ചോദ്യം, അമേരിക്കക്കാരെയും യൂറോപ്യന്മാരെയും ആരാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്? എ അൽ ഖ്വയ്ദ, ബി ഹമാസ്, സി ഹിസ്ബുള്ള, ഡി ഇറാൻ. അല്ലെങ്കിൽ ഈ മുകളിൽ പറഞ്ഞതെല്ലാം. വീണ്ടും ശരിയാണ്, മുകളിൽ പറഞ്ഞതെല്ലാം. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാ, നമ്മുടെ ശത്രുക്കൾ നമ്മളെയെല്ലാം തുല്യവിശത്തോടെ വെറുക്കുന്നു. ആധുനിക ലോകത്തെ ഭൂതകാലത്തിലേക്ക് വലിച്ചേക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അക്രമത്തിന്റെയും മതഭ്രാന്തിന്റെയും ഭീകരതയുടെയും ഇരുണ്ട യുഗത്തിലേക്ക് നിങ്ങളിൽ പലരും ഇതിനകം തന്നെ നിങ്ങളുടെ സ്വന്തം സമൂഹങ്ങളിൽ റാഡിക്കൽ ഇസ്ലാമിക കുതിച്ചുചാട്ടം അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇസ്രായേൽ നിങ്ങളുടെ പോരാട്ടം നടത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ആയത്തിൽ അറിയാം. ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാൻ ആഗ്രഹിക്കുന്നു. അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ ഞങ്ങളെ പരസ്യമായി അപലപിക്കുന്ന നിരവധി നേതാക്കൾ സ്വകാര്യമായി ഞങ്ങളോട് നന്ദി പറയുന്നു. തങ്ങളുടെ തലസ്ഥാനങ്ങളിൽ വീണ്ടും വീണ്ടും ഭീകരാക്രമണങ്ങൾ തടയുന്ന ഇസ്രായേലിന്റെ മികച്ച ഇന്റലിജൻസ് സേവനങ്ങൾ അവർ എത്രമാത്രം വിലമതിക്കുന്നുവെന്ന് അവർ എന്നോട് പറയുന്നു. എണ്ണമറ്റ ജീവൻ രക്ഷിക്കുന്നു. US വ്യോമസേന ഇന്റലിജൻസിന്റെ മുൻ മേധാവി ജനറൽ ജോർജ് കീഗൻ ഒരിക്കൽ പറഞ്ഞു, ഇസ്രായേൽ നമുക്ക് നൽകുന്ന ഇന്റലിജൻസ് അമേരിക്കക്ക് സ്വന്തമായി ശേഖരിക്കേണ്ടി വന്നാൽ നമുക്ക് 5 CIA സ്ഥാപിക്കേണ്ടി വരും. 5 CIA. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ ജർമ്മൻ ചാൻസലർ മെഡ്സ് സത്യം സമ്മതിച്ചു. ഇസ്രായേൽ നമുക്കെല്ലാവർക്കും വേണ്ടി വൃത്തികെട്ട ജോലി ചെയ്യുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലും അമേരിക്കയും ഒരു പൊതുഭീഷണി നേരിടുന്നുവെന്ന് മറ്റേതൊരു നേതാവിനേക്കാളും നന്നായി പ്രസിഡന്റ് ട്രംപ് മനസ്സിലാക്കുന്നു. ഇറാനും അതിന്റെ പ്രോക്സികളും അമേരിക്കക്കാരെ കൊല്ലുമ്പോൾ, അമേരിക്കക്കാരെ ബന്ദികളാക്കുമ്പോൾ, അമേരിക്കക്ക് മരണം വിളിച്ചു പറയുമ്പോൾ, അമേരിക്കൻ പതാകകൾ കത്തിച്ച് കളയുമ്പോൾ, അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിക്കുമ്പോൾ, ഒന്നല്ല 2 തവണ അതിനെല്ലാം ഒരു വില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം അവർക്ക് കാണിച്ചു കൊടുത്തു. ദുഃഖകരമെന്ന് പറയട്ടെ, ഈ ഹാളിൽ പ്രതിനിധീകരിക്കുന്ന പല നേതാക്കളും വളരെ വ്യത്യസ്തമായ ഒരു സന്ദേശം നൽകുന്നു. തീർച്ചയായും ഒക്ടോബർ 7 തൊട്ടു പിന്നാലെയുള്ള ദിവസങ്ങളിൽ അവർ പലരും ഇസ്രായേലിനെ പിന്തുണച്ചു. എന്നാൽ അത്തരമൊരു ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് ആത്മാഭിമാനമുള്ള ഏതൊരു രാഷ്ട്രവും ചെയ്യുന്നത് പോലെ ഇസ്രായേൽ ചെയ്തപ്പോൾ ആ പിന്തുണ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഞങ്ങൾ തിരിച്ചടിച്ചു. സങ്കല്പിക്കുക, ഒരു നിമിഷം പിന്നോട്ട് ഇരിക്കുക, സങ്കല്പിക്കുക. ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ആനുപാതികമായി അമേരിക്കക്കെതിരായ ആക്രമണം. അമേരിക്കയെ ആക്രമിക്കാൻ ആയിരക്കണക്കിന് തീവ്രവാദികളെ അയക്കുന്ന ഒരു ഭരണകൂടം, ഒരു ഭീകര ഭരണകൂടം സങ്കല്പിക്കുക. അവർ 40,000 അമേരിക്കക്കാരെ കൂട്ടക്കൊല ചെയ്യുന്നു. അവർ 10,000 അമേരിക്കക്കാരെ ബന്ദികളാക്കുന്നു. അമേരിക്ക എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നു? അമേരിക്ക ഭരണകൂടത്തെ നിർത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ കരുതുന്നില്ല. ഒരു വഴിയുമില്ല, ഒരു അവസരവുമില്ല. ആ ഭീകര ഭരണകൂടത്തെ അമേരിക്ക തുടച്ചു നീക്കുകയും അത്തരം ക്രൂരതകൾ ഇനി ഒരിക്കലും അമേരിക്കക്ക് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. ഇസ്രായേൽ ഗാസയിൽ ചെയ്യുന്നത് ഇതാണ്. ഹമാസിന്റെ ഭീകര ഭരണകൂടത്തെ ഞങ്ങൾ തുടച്ചു നീക്കുകയും അവരുടെ ക്രൂരതകൾ ഇനി ഒരിക്കലും ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഏതൊരു ആത്മാഭിമാനമുള്ള സർക്കാരും അതാണ് ചെയ്യുന്നത്. എന്നിട്ടും ഇവിടെ പറയാൻ എനിക്ക് ഖേദമുണ്ട്. പക്ഷേ കാലക്രമേണ പല ലോക നേതാക്കളും വഴങ്ങി.
മതപരമായ മാധ്യമങ്ങളുടെയും തീവ്ര ഇസ്ലാമിക മണ്ഡലങ്ങളുടെയും സെമിറ്റിക് വിരുദ്ധ ജനക്കൂട്ടങ്ങളുടെയും സമ്മർദ്ദത്തിന് വൈകി അവർ വൈകി. ഒരു പരിചിതമായ ചൊല്ലുണ്ട്, കാര്യങ്ങൾ കഠിനമാകുമ്പോൾ കൂടുതൽ ദുഷ്കരമാകും. ശരി, ഇവിടെ പല രാജ്യങ്ങൾക്കും മുന്നോട്ട് കഠിനമാകുമ്പോൾ നിങ്ങൾ കീഴടങ്ങി. ആ തകർച്ചയുടെ ലജ്ജാകരമായ ഫലം ഇതാ. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ പ്രാകൃതർക്കെതിരെ ഇസ്രായേലിന് 7 മുന്നണികളുടെ യുദ്ധം നടത്തേണ്ടി വന്നു. നിങ്ങളുടെ പല രാജ്യങ്ങളും ഞങ്ങളെ എതിർക്കുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, നിങ്ങളുടെ പൗരന്മാരിൽ പലരെയും കൊലപ്പെടുത്തിയ ഭീകരരോട് ഞങ്ങൾ പോരാടുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് പോരാടുകയാണ്. നിങ്ങൾ ഞങ്ങളെ അപലപിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ വിലക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്കെതിരെ നടപടി എന്ന് വിളിക്കപ്പെടുന്ന രാഷ്ട്രീയവും നിയമപരവുമായ യുദ്ധം നടത്തുന്നു. ആ രാജ്യങ്ങളുടെ പ്രതിനിധികളോട് ഞാൻ പറയുന്നു, ഇത് ഇസ്രായേലിനെതിരായ കുറ്റാരോപണമല്ല, ഇത് നിങ്ങളുടെ മേലുള്ള കുറ്റാരോപണമാണ്. തിന്മയെ പ്രണയിപ്പിക്കുന്ന ദുർബലരായ നേതാക്കളുടെ കുറ്റാരോപണമാണിത്. കവാടത്തിലെ ക്രൂരന്മാരിൽ നിന്ന് നിങ്ങളുടെ സംരക്ഷിക്കുന്ന ധീരരായ സൈനികരുള്ള ഒരു ജനതയെ പിന്തുണയ്ക്കുന്നതിന് പകരം അവർ ഇതിനകം കവാടം തുളച്ചു കയറുകയാണ്. എപ്പോൾ നിങ്ങൾ പഠിക്കും? ജിഹാദിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഇസ്രായേലിന് ബലിയർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിക കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ആ കൊടുങ്കാറ്റിനെ മറികടക്കാൻ നിങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കണം. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് അതല്ല. ഇസ്രായേലിന്റെ പ്രവാചകന്മാർ ബൈബിളിൽ പ്രവചിച്ചതുപോലെ നിങ്ങൾ നന്മയെ തിന്മയിലേക്കും തിന്മയെ നന്മയിലേക്കും മാറ്റി. ഞാൻ ഇത് വിശദമായി പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നു. വംശഹത്യയുടെ തെറ്റായ ആരോപണം എടുക്കുക. ഇസ്രായേൽ മനഃപൂർവ്വം സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് ആരോപിക്കപ്പെടുന്നു. മഹതികളെ, മാന്യരെ, നേരെ വിപരീതമാണ് ശരി. നഗരയുദ്ധ പഠനങ്ങളുടെ തലവനായ കേണൽ ജോൺ സ്പെൻസർ ലോകത്തിലെ നഗരയുദ്ധ വിദഗ്ധനാണെന്ന് അദ്ദേഹം പറയുന്നു. ചരിത്രത്തിലെ ഏതൊരു സൈന്യത്തെക്കാളും സിവിലിയൻ മരണങ്ങൾ കുറയ്ക്കുന്നതിന് ഇസ്രായേൽ കൂടുതൽ നടപടികൾ പ്രയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നതിനാൽ പോരാളികളല്ലാത്തവരുടെയും പോരാളികളുടെയും അനുപാതം ഗാസയിൽ 2 മുതൽ 1 വരെ കുറവാണ്. അത് അതിശയകരമാം വിധം കുറഞ്ഞ അനുപാതമാണ്. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും നാറ്റോ നടത്തിയ യുദ്ധങ്ങളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് ഗാസ ഭൂമിയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരപ്രദേശങ്ങളിൽ ഒന്നാണെന്ന് നിങ്ങൾ പരിഗണിക്കുമ്പോൾ ഇതിന് ഭൂമിക്കടിയിൽ 100 കണക്കിന് മൈലുകൾ ഭീകര തുരങ്കങ്ങളുണ്ട്. കൂടാതെ ഇതിന് ഭൂമിക്ക് മുകളിൽ എണ്ണമറ്റ ഭീകര ഗോപുരങ്ങളുണ്ട്. ഈ തുരങ്കങ്ങളിലും സിവിലിയൻ പ്രദേശങ്ങളിലെ ഈ ഗോപുരങ്ങളിൽ ആയിരക്കണക്കിന് തീവ്രവാദികൾ ഉൾച്ചേർന്നിരിക്കുന്നു. ഈ യുദ്ധത്തിൽ സിവിലിയൻ മരണങ്ങൾ ഒഴിവാക്കാൻ ഇസ്രായേൽ എന്ത് നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് കാണണമെങ്കിൽ ഗാസ സിറ്റിയിൽ ഹമാസിന്റെ അവസാനത്തെ ശക്തി കേന്ദ്രം, അവസാനത്തെ 2 ശക്തി കേന്ദ്രങ്ങളിൽ 1 എന്നിവയിൽ ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ. 3 ആഴ്ചത്തേക്ക് ഇസ്രായേൽ ദശലക്ഷക്കണക്കിന് ലഘുലേഖകൾ വിതരണം ചെയ്തു. ദശലക്ഷക്കണക്കിന് വാചക സന്ദേശങ്ങൾ അയച്ചു. ഞങ്ങളുടെ സൈനിക നീക്കം ആരംഭിക്കുന്നതിന് മുമ്പ് ഗാസ നഗരം വിട്ടുപോകാൻ സിവിലിയന്മാരോട് ആവശ്യപ്പെട്ടുകൊണ്ട് എണ്ണമറ്റ ഫോൺ കോളുകൾ നടത്തി. അതേസമയം ഹമാസ് പള്ളികളിലും സ്കൂളുകളിലും ആശുപത്രികളിലും അപ്പാർട്ട്മെന്റുകളിലും കെട്ടിടങ്ങളിലും സ്വയം സ്ഥാപിക്കുന്നു. ഈ സിവിലിയന്മാരെ പുറത്തു പോകരുതെന്ന് നിർബന്ധിക്കാൻ ശ്രമിക്കുന്നു. അപകടകരമായ രീതിയിൽ തുടരാൻ അവർ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ അത് പലപ്പോഴും അവരെ തോക്കിൻ മുന്നിൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സിവിലിയൻ അപകടവും ഒരു ദുരന്തമാണ്. ഹമാസിന് ഇതൊരു തന്ത്രമാണ്. ഇസ്രായേലിനെതിരായ അസുഖകരമായ പ്രചാരണ യുദ്ധത്തിൽ ഹമാസ് സിവിലിയന്മാരെ മനുഷ്യ കവചങ്ങളായും സഹായികളായും ഉപയോഗിക്കുന്നു. പാശ്ചാത്യ മാധ്യമങ്ങൾ ഹുക്ക് ലൈൻ, സിംഗർ എന്നിവ വാങ്ങുന്ന ഒരു പ്രൊപ്പഗണ്ട യുദ്ധം. ഹമാസിന്റെ ഭീഷണികൾ ഉണ്ടായിരുന്നിട്ടും ഏകദേശം 7 ലക്ഷം ഗാസക്കാർ ഏകദേശം 3/4 ദശലക്ഷം ഞങ്ങളുടെ ആഹ്വാനങ്ങൾ ശ്രദ്ധിക്കുകയും സുരക്ഷിത മേഖലകളിലേക്ക് മാറുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ലളിതമായ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ലളിതമായ യുക്തിസഹമായ ചോദ്യം. വംശഹത്യ നടത്തുന്ന ഒരു രാജ്യം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ലക്ഷ്യമിടുന്ന സിവിലിയൻ ജനതയോട് വാദിക്കുമോ? നമ്മൾ വംശഹത്യ നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അവരോട് പുറത്തു പോകാൻ പറയുമോ? നമ്മൾ അവരെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. ഹമാസ് അവരെ അകത്തു തന്നെ നിർത്താൻ ശ്രമിക്കുകയാണ്. ഈ ആരോപണം വളരെ അടിസ്ഥാന രഹിതമാണ്. വംശഹത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ജനസംഖ്യയുടെ മൊത്തത്തിലുള്ള കൂട്ടക്കൊല, നാസികൾ ജൂതന്മാരോട് പോകാൻ
ദയവ് ചെയ്തു പോകാൻ, പുറത്തു പോകാൻ ആവശ്യപ്പെട്ടോ? മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടോ? നേതാക്കളുടെ പേര് ഞാൻ പറയണോ? ഓരോരുത്തരായി പോകൂ. ആരെങ്കിലും ഇത് ചെയ്തോ? നമുക്ക് അകത്തേക്ക് വരാൻ, പുറത്തു പോകൂ എന്ന് അവർ പറഞ്ഞോ? തീർച്ചയായും ഇല്ല. സത്യം തലകീഴായി മറിഞ്ഞിരിക്കുന്നു. ഗ്രഹത്തിലെ എല്ലാ ജൂതന്മാരെയും കൊല്ലാൻ ആഹ്വാനം ചെയ്ത ഒരു വംശഹത്യ ഭീകര സംഘടനയായ ഹമാസിന് ഈ വംശഹത്യ സംഘടനക്ക് അനുമതി നൽകിയിട്ടില്ല. അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. സിവിലിയന്മാരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്ന ഇസ്രായേൽ കുറ്റപത്രത്തിൽ ഇടപെട്ടിരിക്കുന്നു. എന്തൊരു തമാശ! മറ്റൊന്നു കേൾക്കാൻ. ഇസ്രായേൽ ഗാസയിലെ ജനങ്ങളെ മനഃപൂർവ്വം പട്ടിണിയിലാക്കിയതായി ആരോപിക്കപ്പെടുന്നു. അതേസമയം ഇസ്രായേൽ മനഃപൂർവ്വം ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രായേൽ 20 ലക്ഷം ടണ്ണിലധികം ഭക്ഷണവും സഹായവും ഗാസയിലേക്ക് കയറ്റി അയച്ചു. ഗാസയിലെ ഓരോ പുരുഷനും സ്ത്രീക്കും കുട്ടിക്കും 1 ടൺ സഹായമാണിത്. ഒരാൾക്ക് പ്രതിദിനം ഏകദേശം 3000 കലോറി. ചില പട്ടിണി നയങ്ങൾ. ആവശ്യത്തിന് ഭക്ഷണമില്ലാത്ത ഗാസ നിവാസികളുണ്ടെങ്കിൽ കാരണം ഹമാസ് അത് മോഷ്ടിക്കുന്നു. ഹമാസ് അത് മോഷ്ടിക്കുകയും പൂഴ്ത്തിവെക്കുകയും അതിന്റെ യുദ്ധയന്ത്രത്തിന് ധനസഹായം നൽകാൻ അമിത വിലക്ക് വിൽക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ മാസം UN പോലും കൃത്യമായി ഇസ്രായേലിനെ പിന്തുണക്കുന്നയാളല്ല. വഴിയിൽ നിങ്ങൾ ചിരിക്കേണ്ടതാണ്. കഴിഞ്ഞ മാസം ഹമാസും മറ്റ് സായുധ ഗ്രൂപ്പുകളും ട്രക്കുകളുടെ 85% കൊള്ളയടിച്ചുവെന്ന് UN പോലും സമ്മതിച്ചു. അതുകൊണ്ടാണ് നിങ്ങളുടെ ദുഷ്ടത. ഇസ്രായേലിനെതിരെ വംശഹത്യയുടെയും പട്ടിണിയുടെയും രക്തദാഹം വിൽക്കുന്നവർ മധ്യകാലഘട്ടത്തിൽ ജൂതന്മാർക്കെതിരെ രക്തദാഹം വിറ്റവരെക്കാൾ മികച്ചവരല്ല. കിണറ്റുകളിൽ വിഷം കലർത്തി, പ്ലേഗ് പടർത്തി, കുട്ടികളുടെ രക്തം ഉപയോഗിച്ച് സഹോദര മത്സകൾ ചുട്ടെടുത്തെന്ന് അവർ വ്യാജമായി ആരോപിച്ചപ്പോൾ സെമിറ്റിസം വിരുദ്ധത കഠിനമായി മരിക്കുന്നു. വാസ്തവത്തിൽ അത് മരിക്കുന്നില്ല. അത് അതിന്റെ അപകീർത്തികരമായ നുണകളുമായി വീണ്ടും വീണ്ടും വരുന്നു. പുതുക്കി വീണ്ടും വീണ്ടും ഒരുങ്ങുന്നു. ഞാൻ നിങ്ങളോട് മറ്റൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സെമിറ്റിക് വിരുദ്ധ നുണകൾ അനന്തര ഫലങ്ങളുണ്ട്. സമീപ മാസങ്ങളിൽ കാനഡ, ഓസ്ട്രേലിയ, ബ്രിട്ടന്, ഫ്രാൻസ്, നെതർലാൻഡ്, മറ്റിടങ്ങൾ എന്നിവിടങ്ങളിൽ ജൂതന്മാർ ആക്രമിക്കപ്പെട്ടു. അമേരിക്കയിൽ കൊളറഡോയിൽ ഹോളോകോസ്റ്റിൽ നിന്ന് അതിജീവിച്ച ഒരു വൃദ്ധനെ ചുട്ടുകൊന്നു. വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസിയിലെ ഒരു സുന്ദരിയായ യുവദമ്പതികളെ അവിടെയുള്ള ഹോളോകോസ്റ്റ് മ്യൂസിയത്തിന് മുന്നിൽ ക്രൂരമായി വെടിവെച്ചു കൊന്നു. ഭാഗ്യവശാൽ പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകൂടം സെമിറ്റിസത്തിന്റെ വിപത്തിനെതിരെ ശക്തമായി പോരാടുകയാണ്. ഇവിടുത്തെ ഓരോ സർക്കാരും അതിന്റെ പാത പിന്തുടരണം. എന്നാൽ പലരും നേരെ മറിച്ചാണ് ചെയ്യുന്നത്. ഭൂമിയിലെ ഏറ്റവും മോശം സെമിറ്റിക് വിരുദ്ധതയാണ് അവർ യഥാർത്ഥത്തിൽ പ്രതിഫലം നൽകുന്നത്. ഈ ആഴ്ച ഫ്രാൻസ്, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കൾ നിരുപാധികമായി പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ഭീകരതയ്ക്ക് ശേഷമാണ് അവർ അങ്ങനെ ചെയ്തത്. പലസ്തീൻ ജനതയുടെ ഏകദേശം 90% പേരും അന്ന് ഭീകരതയെ പ്രശംസിച്ചു. ഞാൻ അത് വീണ്ടും പറയട്ടെ. ഒക്ടോബർ 7 ആക്രമണത്തെ ഏകദേശം 90% പലസ്തീൻകാരും പിന്തുണച്ചു. അത് അവരെ പിന്തുണച്ചില്ല. അവർ ആഘോഷിച്ചു. അവർ മേൽക്കൂരകളിൽ നൃത്തം ചെയ്തു. അവർ മിഠായികൾ എറിഞ്ഞു. ഗാസയിലും ജൂഡിയയിലും വെസ്റ്റ് ബാങ്കായ സമരിയയിലും അങ്ങനെയാണ്. അവർ 9/11 എന്ന മറ്റൊരു ഭീകരതയെ ആഘോഷിച്ചത് അങ്ങനെയാണ്. അവർ മേൽക്കൂരകളിൽ നൃത്തം ചെയ്തു. അവർ ആഹ്ലാദിച്ചു. അവർ മിഠായി എറിഞ്ഞു. ഈ ആഴ്ച ഒരു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച നേതാക്കൾ പലസ്തീനികൾക്ക് അയച്ച സന്ദേശം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വളരെ വ്യക്തമായ ഒരു സന്ദേശമാണിത്. ജൂതന്മാരെ കൊല്ലുന്നത് ഫലം ചെയ്യും. ശരി, എനിക്ക് ഈ നേതാക്കൾക്ക് ഒരു സന്ദേശമുണ്ട്. ഭൂമിയിലെ ഏറ്റവും ക്രൂരരായ തീവ്രവാദികൾ നിങ്ങളുടെ തീരുമാനത്തെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ശരിയായ കാര്യം ചെയ്തില്ല. നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തു. ഭയാനകമായ തെറ്റ്. നിങ്ങളുടെ അപമാനകരമായ തീരുമാനം ജൂതന്മാർക്കെതിരെയും എല്ലായിടത്തും നിരപരാധികളായ ആളുകൾക്കെതിരെയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നാണക്കേടിന്റെ അടയാളമായിരിക്കും അത്. പക്ഷേ ഒരു മിനിറ്റ് കാത്തിരിക്കൂ മിസ്റ്റർ പ്രധാനമന്ത്രി. അവർ എന്നോട് പറയുന്നു
ഒരു മിനിറ്റ് കാത്തിരിക്കൂ. ഞങ്ങൾ ഒരു ദ്വിരാഷ്ട്ര പരിഹാരത്തിൽ വിശ്വസിക്കുന്നു. ജൂതരാഷ്ട്രമായ ഇസ്രായേൽ ഒരു പലസ്തീൻ രാഷ്ട്രവുമായി സമാധാനത്തോടെ സഹവസിക്കുന്നിടത്ത് അതിൽ ഒരു പ്രശ്നമേ ഉള്ളൂ. പലസ്തീനികൾ അവർ ഈ പരിഹാരത്തിൽ വിശ്വസിക്കുന്നില്ല. അവർക്കൊരിക്കലും അങ്ങനെയല്ല. അവർക്ക് ഇസ്രായേലിന് അടുത്തായി ഒരു രാഷ്ട്രം വേണ്ട. ഇസ്രായേലിന് പകരം ഒരു പലസ്തീൻ രാഷ്ട്രം അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഒരു പലസ്തീൻ രാഷ്ട്ര വാഗ്ദാനം ചെയ്തപ്പോയെല്ലാം. എന്നാൽ ഇസ്രായേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനും ജൂതരാഷ്ട്രത്തെ അംഗീകരിക്കാനും നിർബന്ധിതരായപ്പോയെല്ലാം പതിറ്റാണ്ടുകളായി അവർ അത് നിരസിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് പ്രദേശം നൽകുമ്പോഴെല്ലാം അവർ അത് ഉപയോഗിച്ച് ഞങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിച്ചത്. വാസ്തവത്തിൽ അവർക്ക് ഫലത്തിൽ ഒരു പലസ്തീൻ രാഷ്ട്രം ഉണ്ടായിരുന്നു ഗാസയിൽ. ആ രാഷ്ട്രവുമായി അവർ എന്താണ് ചെയ്തത്? സമാധാനം, അതേപോലെ സഹവർത്തിത്വം ഇല്ല. അവർ വീണ്ടും വീണ്ടും ഞങ്ങളെ ആക്രമിച്ചു. പൂർണ്ണമായും പ്രകോപനമില്ലാതെ അവർ നമ്മുടെ നഗരങ്ങളിലേക്ക് റോക്കറ്റുകൾ എറിഞ്ഞു. നമ്മുടെ കുട്ടികളെ കൊലപ്പെടുത്തി. അവർ ഗാസയെ ഒരു ഭീകര താവളമാക്കി മാറ്റി. അവിടെ നിന്നാണ് അവർ ഒക്ടോബർ 7 കൂട്ടക്കൊല നടത്തിയത്. അസുഖകരമായ സത്യം ഇതാ, ഏത് അതിർത്തിയിലും ഒരു ജൂതരാഷ്ട്രത്തെ പലസ്തീൻ നിരന്തരം നിരാകരിക്കുന്നതാണ്. ഒരു നൂറ്റാണ്ടിലേറെയായി ഈ സംഘർഷത്തിന് കാരണമായത് അതിപ്പോഴും അതിനെ നയിക്കുന്നു. ഒരു പലസ്തീൻ രാഷ്ട്രത്തിന്റെ അഭാവമല്ല, ഒരു ജൂതരാഷ്ട്രത്തിന്റെ സാന്നിധ്യമാണ്. വിദേശ ചാൻസലറുകളും മന്ത്രാലയങ്ങളും ഇതിനെക്കുറിച്ച് വാദിക്കുന്ന എല്ലാവരും നേതാക്കളും ഈ അടിസ്ഥാന സത്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അവർക്ക് എങ്ങനെ കാണാതിരിക്കാൻ കഴിയും എന്നത് അതിശയകരവുമാണ്. ഓക്കാനമുണ്ടാക്കുന്ന ഒന്നാണോ? എനിക്ക് മറ്റൊന്നുകൂടി പറയാനുണ്ട്. ഒരു ജൂതരാഷ്ട്രത്തെ നിരാകരിക്കുന്നത് ഹമാസിന് മാത്രമല്ല ബാധകമാണ്. മിതവാദികളായ പലസ്തീൻ അതോറിറ്റി എന്നറിയപ്പെടുന്നവർക്കും ഇത് ബാധകമാണ്. ജൂതന്മാരെ കൊല്ലാൻ പലസ്തീൻ അതോറിറ്റി തീവ്രവാദികൾക്ക് പണം നൽകുന്നുവെന്ന് നിങ്ങൾ അറിയണം. തീവ്രവാദികൾ കൂടുതൽ ജൂതന്മാരെ കൊല്ലുന്തോറും പലസ്തീൻ അതോറിറ്റി കൂടുതൽ പണം നൽകുന്നു. പലസ്തീൻ അതോറിറ്റി അതിന്റെ സർക്കാർ കെട്ടിടങ്ങൾക്കും അതിന്റെ പൊതു ചതുരങ്ങൾക്കും സ്കൂളുകൾക്കും ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തവരുടെ പേരുകൾ നൽകുന്നു. അവർ രക്തസാക്ഷികളായി മഹത്വപ്പെടുത്തുന്നു. ജൂതന്മാരെ കൊലപ്പെടുത്തിയവരെ മാത്രമല്ല, ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തിയവരെയും അവർ മഹത്വപ്പെടുത്തുന്നു. പലസ്തീൻ തീവ്രവാദികൾ ഇസ്രായേലിൽ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു അമേരിക്കൻ സൈനികനായ ടൈലർ ഫോയ്സിനെ പോലുള്ള ക്രിസ്ത്യാനികൾ. പക്ഷേ വീണ്ടും പാശ്ചാത്യ നേതാക്കളിൽ നിന്ന് ഞാൻ കേൾക്കുന്നു, PA പരിഷ്കരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതായി അവർ എന്നോട് പറയുന്നു. പ്രധാനമന്ത്രി ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്ന് എനിക്കറിയാം. അതെ, ശരിയാണ്. പതിറ്റാണ്ടുകളായി ഈ വാഗ്ദാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ എപ്പോഴും വാഗ്ദാനം ചെയ്യുന്നു, അവർ ഒരിക്കലും പാലിക്കുന്നില്ല. പലസ്തീൻ അതോറിറ്റി അടിത്തട്ടിൽ അഴിമതി നിറഞ്ഞതാണ്. 20 വർഷമായി അവർ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. ഹമാസിന്റെ അതേ പാഠപുസ്തകങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. കൃത്യമായി അതേ പാഠപുസ്തകങ്ങൾ. ജൂതന്മാരെ വെറുക്കാനും ജൂതരാഷ്ട്രത്തെ നശിപ്പിക്കാനും അവർ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. ക്രിസ്ത്യാനികൾക്കും അത്ര മെച്ചമല്ല. യേശുവിന്റെ ജന്മസ്ഥലമായ ബത്ലഹേം ഇസ്രായേലി നിയന്ത്രണത്തിലായിരുന്നപ്പോൾ അതിലെ 80% നിവാസികളും ക്രിസ്ത്യാനികളായിരുന്നു. എന്നാൽ പലസ്തീനിയൻ ഭരണകൂടം നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷം ആ സംഖ്യ 20%-ൽ താഴെയായി കുറഞ്ഞു. അവർക്ക് ഒരു രാഷ്ട്രം നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒക്ടോബർ 7 കൂട്ടക്കൊല നടത്തുകയും പിന്തുണയ്ക്കുകയും ചെയ്ത അസഹിഷ്ണുവായ മതഭ്രാന്തന്മാർക്ക് ആത്യന്തിക പ്രതിഫലം നൽകുക എന്നതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒക്ടോബർ 7 ശേഷം പലസ്തീനയ്ക്ക് ജെറുസലേമിൽ നിന്ന് 1 മൈൽ അകലെയുള്ള ഒരു രാഷ്ട്രം നൽകുന്നത്, സെപ്റ്റംബർ 11 ശേഷം അൽ ഖ്വയ്ദക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് 1 മൈൽ അകലെയുള്ള ഒരു രാഷ്ട്രം നൽകുന്നത് പോലെയാണ്. ഇത് ഭ്രാന്താണ്. ഞങ്ങൾ അത് ചെയ്യില്ല. അതിനാൽ ഈ പാശ്ചാത്യ നേതാക്കൾക്കുള്ള മറ്റൊരു സന്ദേശം ഇതാ, ഒരു ഭീകര രാഷ്ട്രത്തെ ഞങ്ങളുടെ തൊണ്ടയിലേക്ക് തള്ളിയിടാൻ ഇസ്രായേൽ നിങ്ങളെ അനുവദിക്കില്ല. ഇസ്രായേലിന്റെ രക്തം ആവശ്യപ്പെടുന്ന ശത്രുതാപരമായ മാധ്യമങ്ങളെയും സെമിറ്റിക് വിരുദ്ധ ജനക്കൂട്ടത്തെയും നേരിടാൻ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തതിനാൽ ഞങ്ങൾ ദേശീയ ആത്മഹത്യ ചെയ്യില്ല. മാധ്യമങ്ങളിൽ വളച്ചൊടിക്കപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേരിലോ എൻ്റെ സർക്കാരിൻ്റെ പേരിലോ മാത്രമല്ല, എല്ലാ ഇസ്രായേലി ജനങ്ങളുടെ പേരിലും ഞാൻ ഇത് പറയുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ പാർലമെന്റായ നെസറ്റിൽ ഒരു പലസ്തീൻ രാഷ്ട്രം അടിച്ചേൽപ്പിക്കുന്നതിനെ എതിർക്കണോ വേണ്ടയോ എന്നൊരു വോട്ടെടുപ്പ് നടന്നു. ഫലങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കണോ? നമ്മുടെ പാർലമെന്റിലെ 120 അംഗങ്ങളിൽ 99 പേരും എതിർത്ത് വോട്ട് ചെയ്തു. 9 പേർ മാത്രമാണ് പിന്തുണച്ചത്. അത് 90%-ൽ കൂടുതലായിരുന്നു.
ഒരു തീവ്ര വിഭാഗമല്ല, പ്രധാനമന്ത്രിയല്ല തീവ്ര നിലപാട് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ വലതുപക്ഷ തീവ്ര കക്ഷികളുടെ പിടിയിലാകുന്നത്. 100% ആളുകളും ഇതിനെ പിന്തുണച്ചിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് പലസ്തീൻ രാഷ്ട്രത്തോടുള്ള എന്റെ എതിർപ്പ് എന്റെ നയമോ സർക്കാരിന്റെ നയമോ മാത്രമല്ല, ഇത് ഇസ്രായേൽ രാഷ്ട്രത്തിന്റെയും ജനങ്ങളുടെയും നയമാണ്. പാശ്ചാത്യ നേതാക്കൾ സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കാം. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഇസ്രായേൽ അങ്ങനെ ചെയ്യില്ല. ഇറാൻ ഭീകരാച്യുതണ്ടിനെതിരായ ഇസ്രായേലിന്റെ വിജയങ്ങൾ 2 വർഷം മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയാത്ത സമാധാന സാധ്യതകൾ തുറന്നുകൊടുത്തു. സിറിയയെ എടുക്കുക. പതിറ്റാണ്ടുകളായി ഇസ്രായേലും സിറിയയും തമ്മിൽ സമാധാനം എന്ന ആശയം തന്നെ സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായി തോന്നി. ഇനി വേണ്ട എന്ന് നമ്മൾ പുതിയ സിറിയൻ സർക്കാരുമായി ഗൗരവമേറിയ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. സിറിയയുടെ പരമാധികാരത്തെ ബഹുമാനിക്കുകയും ഇസ്രായേലിന്റെ സുരക്ഷയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കരാറിലെത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡ്രോസ് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ മേഖലയിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയും ഇസ്രായേൽ സ്ഥാപിതമായത് മുതൽ ജൂതന്മാരും ഡ്രോസും ആയുധധാരികളായ സഹോദരന്മാരാണ്. ഞങ്ങൾ ഒരുമിച്ച് പോരാടി, ഒരുമിച്ച് രക്തം ചൊരിഞ്ഞു, ഒരുമിച്ച് ഞങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തു. ഇസ്രായേലിന്റെ പ്രത്യേക സേനയിലെ ഒരു യുവ കമാൻഡർ ആയിരുന്നപ്പോൾ എന്റെ സ്വന്തം ജീവൻ രക്ഷിച്ചത് ഒരു മികച്ച സുഹൃത്തും ഡ്രോസ് IDFലെ വീരനായ ഒരു സൈനികനുമായ സലേം ഷൂഫി എനിക്ക് നൽകിയ വില മതിക്കാനാവാത്ത ഉപദേശമാണ്. അതുകൊണ്ടാണ് ജിഹാദികൾ ഡ്രോസിനെ കൊന്നെടുക്കുമ്പോൾ എനിക്ക് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല, ഇസ്രായേലിന് വെറുതെ ഇരിക്കാനും കഴിഞ്ഞില്ല. കൂട്ടക്കൊല നിർത്താൻ ഞാൻ നിങ്ങളുടെ സൈന്യത്തിന് നിർദ്ദേശം നൽകി. അവർ അത് ഉടനടി ചെയ്തു. ഇസ്രായേലും ലെബനനും ഇടയിലും സമാധാനവും സാധ്യമാണ്. ഇസ്രായേലുമായി നേരിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കാൻ ലെബനൻ സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടുന്നു. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിന് ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. പക്ഷെ നമുക്ക് വാക്കുകളേക്കാൾ കൂടുതൽ ആവശ്യമാണ്. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ ലെബനൻ യാഥാർത്ഥ്യവും സുസ്ഥിരവുമായ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ നമുക്കൊരു സുസ്ഥിര സമാധാനം കൈവരിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായും അത് സംഭവിക്കുന്നത് വരെ സ്വയം പ്രതിരോധിക്കാനും ലെബനിൽ സ്ഥാപിതമായ വെടിനിർത്തലിന്റെ വ്യവസ്ഥകൾ നിലനിർത്താനും ആവശ്യമായ എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക മാത്രമല്ല, അവർ വെടിനിർത്തൽ ലംഘിക്കുന്നതും എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ ആക്രമിക്കുന്നതും തടയുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ലെബനൻ സർക്കാർ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്ന ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നാൽ വളരെ വേഗത്തിലും വളരെ എളുപ്പത്തിലും സമാധാനം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹിസ്ബുള്ളക്കെതിരായ വിജയം വടക്കൻ മേഖലയിലെ നമ്മുടെ 2 അറബ് അയൽക്കാരുമായി സമാധാനം സാധ്യമാക്കി. ഹമാസിനെതിരായ വിജയം അറബ് മുസ്ലിം ലോകത്തെമ്പാടുമുള്ള രാഷ്ട്രങ്ങളുമായി സമാധാനം സാധ്യമാക്കും. നമ്മുടെ വിജയം ചരിത്രപരമായ അബ്രഹാം ഉടമ്പടികളുടെ നാടകീയമായ വികാസത്തിലേക്ക് നയിക്കും. 5 വർഷം മുമ്പ് പ്രസിഡന്റ് ട്രംപ് അറബ് നേതാക്കളും ഞാനും തമ്മിൽ ഇടപെട്ടു. നിങ്ങളും ശ്രദ്ധിച്ചതുപോലെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞ പ്രോത്സാഹജനകമായ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണിത്. ഇത് വരാനിരിക്കുന്ന സൂചന കൂടിയാണ്. ഇസ്രായേലുമായി സഹകരിക്കുന്നത് വൈദ്യശാസ്ത്രം, ശാസ്ത്രം, കൃഷി, ജലം, പ്രതിരോധം, AI തുടങ്ങി നിരവധി മേഖലകളിൽ ഉൾപ്പെടെ നൂതനമായ ഇസ്രായേലി സാങ്കേതിക വിദ്യകൾ നൽകുമെന്ന് ഭാവിയിലേക്ക് നോക്കുന്ന അറബ് മുസ്ലിം നേതാക്കൾക്ക് അറിയാം. വരും വർഷങ്ങളിൽ മിഡിൽ ഈസ്റ്റ് നാടകീയമായ വ്യത്യസ്തമായ കാണപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഇസ്രായേലിനെതിരായി യുദ്ധം ചെയ്യുന്നവരിൽ പലരും നാളെ ഇല്ലാതാകും. ധീരമായ സമാധാന പ്രവർത്തകർ അവരുടെ സ്ഥാനം ഏറ്റെടുക്കും. ഇറാനിലെ പോലെ മറ്റൊരിടത്തും ഇത് സാധ്യമാകില്ല. ക്ഷമയുള്ള ഇറാനിയൻ ജനത അവരുടെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കും. അവർ ഇറാനെ വീണ്ടും മഹത്തരമാക്കും. നമ്മുടെ 2 പുരാതന ജനതകളായ ഇസ്രായേൽ ജനങ്ങളും ഇറാനിലെ ജനങ്ങളും മുഴുവൻ ലോകത്തിനും പ്രയോജനകരമായ ഒരു സൗഹൃദം പുനഃസ്ഥാപിക്കും. സ്ത്രീകളെ, മാന്യരെ, ഒക്ടോബർ 7 എന്ന ഒരു ഇരുണ്ട ദിനത്തിൽ സംഭവിച്ച ഭീകരതകൾ എന്റെ ജനം രാഷ്ട്രങ്ങൾക്കിടയിൽ നാടുകടത്തപ്പെട്ട നൂറ്റാണ്ടുകളിൽ എണ്ണമറ്റ തവണ സംഭവിച്ച ആ ഭീകരതകൾ ജൂതരക്തം വില കുറഞ്ഞതായിരുന്നു. ജൂതന്മാർ ശിക്ഷയില്ലാതെ കൊല്ലപ്പെട്ടു. നമ്മെ സംരക്ഷിക്കാൻ മറ്റുള്ളവരോട് യാചിക്കേണ്ടി വന്നു. ഇസ്രായേലിന്റെ ഉയർച്ച നമ്മെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവസാനിക്കുമെന്ന് അർത്ഥമാക്കുന്നില്ല. ആ ശ്രമങ്ങൾക്കെതിരെ നമുക്ക് തിരിച്ചടിക്കാൻ കഴിയുമെന്നായിരുന്നു അതിനർത്ഥം. ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ കൃത്യമായി അതാണ് ചെയ്തത്. നമ്മുടെ പുത്രന്മാരും പുത്രിമാരും സിംഹങ്ങളെ പോലെ പോരാടി. നമ്മുടെ ധീരരായ സൈനികർ യൂണിഫോം ധരിച്ച് യുദ്ധത്തിലേക്ക് കുതിച്ചു. അവർക്ക് മുമ്പ് വന്ന
100 തലമുറകളിലെ ജൂതന്മാരുടെ സ്വപ്നങ്ങൾ അവർ ആയുധമാക്കിയിരുന്നു. ഇസ്രായേൽ ദേശത്ത് സ്വതന്ത്ര ജനതയായി ജീവിക്കാനുള്ള സ്വപ്നം 3000 വർഷത്തിലേറെയായി നമ്മുടെ പ്രിയപ്പെട്ട മാതൃരാജ്യം, നമ്മുടെ സ്വന്തം സ്വാതന്ത്ര്യ സംസ്ഥാനത്ത് ജീവിക്കാനുള്ള സ്വപ്നങ്ങൾ, സ്വയം പ്രതിരോധിക്കാൻ ഒരു സൈന്യമുണ്ടായിരിക്കാനുള്ള സ്വപ്നം, രാഷ്ട്രങ്ങൾക്ക് വെളിച്ചമാകാനുള്ള സ്വപ്നവും എല്ലാം മനുഷ്യരാശിയുടെയും പ്രയോജനത്തിനായി പുരോഗതിയുടെയും ചാതുര്യത്തിന്റെയും നവീകരണത്തിന്റെയും ഒരു ദീപസ്തംഭം. ഒക്ടോബർ 7 ഇസ്രായേലിന്റെ ശത്രുക്കൾ ആ വെളിച്ചം കെടുത്താൻ ശ്രമിച്ചു. 2 വർഷത്തിന് ശേഷം ഇസ്രായേലിന്റെ ദൃഢനിശ്ചയവും ഇസ്രായേലിന്റെ ശക്തിയും എന്നത്തെക്കാളും തിളക്കത്തോടെ ജ്വലിക്കുന്നു. ദൈവത്തിന്റെ സഹായത്തോടെ ആ ശക്തിയും ആ ദൃഢനിശ്ചയവും നമ്മെ വേഗത്തിലുള്ള വിജയത്തിലേക്കും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഉജ്ജ്വലമായ ഭാവിയിലേക്കും നയിക്കും. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയില് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രസംഗത്തിന്റെ പരിഭാഷയാണ്, പൂർണ്ണ പരിഭാഷയാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഏതെങ്കിലും ഒരു തുക്കട സംഘടനയുടെ ഏതെങ്കിലും ഒരു തുക്കട മെമ്പർ പോലും പലസ്തീനെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞാൽ വാതോരാതെ ഇവിടെ സകല മാധ്യമങ്ങളും വാർത്തയാക്കും. എന്നാൽ ഇസ്രായേലി പ്രധാനമന്ത്രി ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതിനെ കുറിച്ച് ഇവിടെ ഒരാളും ഒരക്ഷരം കൊണ്ടൂല. അതുകൊണ്ടു തന്നെയാ നമ്മൾ ആ പ്രസംഗത്തെ പൂർണ്ണമായിട്ട് പരിഭാഷപ്പെടുത്തി കേരള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചത്. വളരെ വ്യക്തമാണ്, ഇസ്രായേൽ പോരാടുന്നത് ലോക സമാധാനത്തിന് തന്നെയാണ് എന്നുള്ളതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് തെളിവ് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗമെന്ന് സകലരും തിരിച്ചറിയുക.